മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. ഈശോയുടെ ഏറ്റവും സ്നേഹത്തിൻ്റെ വലിയ കരുതലാണ് നമ്മൾ ഈ വചനത്തിലൂടെ ഇന്ന് കണ്ടുമുട്ടുക. ലോകത്തിൽ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശുവിൻ്റെ പരിസര ജീവിതത്തിൽ ഉടനീളം അവിടുന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ തണലിലേക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. എല്ലാ സൃഷ്ടികളോടും, മനുഷ്യരോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളോടും ദൈവവചനം പങ്കുവയ്ക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യമാണ് ഈശോ ഇന്ന് ശിഷ്യന്മാരെ ഏൽപ്പിക്കുക. ഓരോ ഹൃദയങ്ങളിലേക്കും, ഓരോ മനസ്സുകളിലേക്കും, ഓരോ ജീവജാലങ്ങളിലേക്കും വചനം കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ ശക്തിയാൽ അവ നവീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും അതുവഴി രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നോഹയുടെ പെട്ടകത്തിലേക്ക് കടന്നു വന്ന സകല ജീവജാലങ്ങളും രക്ഷയുടെ ദൗത്യത്തിലേക്ക് കടന്നു പോകുന്നതിൻ്റെ മനോഹാരിത നമ്മൾ വചനത്തിലൂടെ പഠിക്കുകയാണ്. ഒരുപക്ഷെ സ്റ്റാറ്റസ് എവാഞ്ചലൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കൊച്ചു പ്രോഗ്രാമും സുവിശേഷ പ്രഘോഷണത്തിന് ഈശോ നൽകിയ ആഹ്വാനത്തെ ശിരസാവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘടകമായിട്ട് വേണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരിക. വചനം അത് പ്രഘോഷിക്കപ്പെടേണ്ടവരാണ്. മറ്റുള്ളവർക്ക് വചനം കേൾക്കത്തക്ക രീതിയിൽ വചനം പങ്കുവയ്ക്കുമ്പോൾ ഓരോ മനസ്സുകളിലും, ഓരോ ഹൃദയങ്ങളിലും ആ വചനം വിതയ്ക്കപ്പെടുകയാണ് ചെയ്യുക. യഥാകാലങ്ങളിൽ അവ മുളയെടുക്കുകയും വളരുകയും ജീവൻ്റെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. വിധിക്കപ്പെടുന്ന വചനം എപ്പോൾ മുളയ്ക്കുന്നുവെന്നോ വിത്ത് എപ്പോൾ മുള പൊട്ടുന്നുവെന്നോ നീ